ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഈ പ്രൊഫസർ വന്നിരുന്നുകൊണ്ട് വ്യക്തിപരമായി എനിക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും ഞാൻ അതിന് മറുപടി പറയുന്നില്ല. കാരണം ഈ പ്രൊഫസർ ആണെങ്കിൽ ആ നിലവാരമേ ഉള്ളൂ അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ പറയും. അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം എന്താണെന്ന് ഇപ്പോൾ കേൾക്കുന്നവർ കേട്ടല്ലോ. പക്ഷേ ഈ പ്രൊഫസർക്ക് ഒരു വിവരവും ഇല്ല. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെന്റിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെന്റ് കൊടുത്ത രണ്ട് ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പ്രൊഫസറോട് ചോദിച്ചത്. പക്ഷേ ഈ പ്രൊഫസർക്ക് അതിനുള്ള മറുപടിയില്ല. അതിന് പകരം പ്രൊഫസർ വന്നിരുന്ന് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുകയാണ്. അതായത് CPM-ന്റെ ഒരു നേതാവായിട്ടുള്ള പ്രൊഫസറുടെ നിലവാരം എന്താണെന്ന് കേൾക്കുന്നവർ കേട്ടു. ഷാജഹാൻ വട്ടപൂജ്യം, ഇതാണ് പ്രൊഫസർക്ക് ഇവിടെ നിന്ന് പുലമ്പാനുള്ളത്. പ്രൊഫസറെ, ഞാൻ പ്രൊഫസറോട് ചോദിച്ച ചോദ്യം ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പറഞ്ഞിട്ടില്ല. അതിന് പ്രൊഫസർ ഞാൻ 0 പ്രൊഫസർ 100. 100 പ്രൊഫസർക്ക് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞാൻ പറഞ്ഞ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും മറുപടി ഉണ്ടോ പ്രൊഫസറെ? ഉണ്ടോ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അതിനു പകരം എന്നെ വന്ന് ചീത്ത വിളിച്ചോ പ്രൊഫസർക്ക് ഒത്തിരി ഒരു സുഖം കിട്ടിക്കോട്ടെ, എനിക്കതിന് വിരോധമില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് CPM-ന്റെ നേതാക്കന്മാരുടെ ഗൂഢാലോചന കൊണ്ടാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്ന് ഹൈക്കോടതിയുടെ ജഡ്ജിമാർ എഴുതി വെച്ചു എന്ന് ഞാൻ പറഞ്ഞതിന് വല്ല മറുപടി ഉണ്ടോ പ്രൊഫസറെ? പക്ഷെ പ്രൊഫസർ കണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, പ്രൊഫസർക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള P.K. കുഞ്ഞനന്ദൻ, പ്രൊഫസർ അന്വേഷിച്ചിട്ടുണ്ടോ P.K. കുഞ്ഞനന്ദനെ കുറിച്ച്? ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാൽ പോരാ. P.K. കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നത് എന്താണെന്നറിയാവോ പ്രൊഫസർക്ക്? കാലൻ കുഞ്ഞനന്ദൻ എന്നാണ്. എന്താ കാര്യം എന്നറിയാവോ? കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു RSS-കാരൻ ബോംബേറിൽ മരിക്കും. എങ്ങനെയാ മരിക്കുന്നതെന്ന് അറിയാവോ പ്രൊഫസർക്ക്? ഒരാളെ കൊല്ലാനുള്ള മുഴുവൻ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന കുഞ്ഞനന്ദനെ കാലൻ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞത്. അയാൾ ആരാരെന്ന് അറിയാവോ പ്രൊഫസർക്ക്? പോയി അന്വേഷിച്ച് നോക്ക്. പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ച ഒരുത്തനെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി വെച്ചു. എവിടുത്തെ പാർട്ടിയാ പ്രൊഫസർ ഇത്? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഈ പാർട്ടിക്ക് ഭരണഘടനയുണ്ടോ പ്രൊഫസറെ? ഈ പാർട്ടിക്ക് ക്രിമിനൽ സിവിൽ നിയമങ്ങളുണ്ടോ? ഒരു കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരുത്തനെ ജയിലിൽ കിടന്നപ്പോ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാക്കി കൊണ്ടുവെക്കുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പ്രൊഫസർ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? എന്നിട്ട് ആ കുറ്റക്കാരൻ, ആ കുറ്റവാളി, കൺവിക്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ, അക്യൂസ്ഡ് അല്ല കൺവിക്ട്, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് പുഷ്പചക്രം വെക്കുന്നു. ഇത് എവിടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി? ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രൊഫസർ വന്നിരുന്ന് ചർച്ചയിൽ KM ഷാജഹാനെ ചീത്ത വിളിച്ചാൽ പോരാ, ജഡ്ജ്മെന്റ് എടുത്ത് വായിക്കണം. പ്രൊഫസർമാരെന്ന് പറയുമ്പം അങ്ങനെ ഒരു നിലവാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് ഒക്കെ എടുത്ത് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. അല്ലാതെ AKG സെന്ററിൽ നിന്നുള്ള തീട്ടൂരം കൊണ്ടുവന്ന് വെച്ചിട്ട് KM ഷാജഹാൻ വട്ടപൂജ്യമാണെന്നും KM ഷാജഹാൻ എല്ലിൻ കഷ്ണം ഒന്ന് ആലോചിച്ചു നോക്ക് പ്രൊഫസറെ. നിങ്ങൾക്കൊരു നിലവാരമില്ലേ? നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ ഒന്ന് സംസാരിക്കേണ്ടത്? എല്ലിൻ കഷ്ണം വിട്ടു എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും? മാന്യമായി സംസാരിക്കാൻ പഠിക്കണ്ടേ? അത് പഠിക്കണം. ചർച്ചയ്ക്ക് വരുമ്പം വിധിന്യായങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചിട്ട് വരണം. പ്രൊഫസർ എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ ശമ്പളമുള്ള പ്രൊഫസർ ആയിരിക്കുമല്ലോ. ആ പ്രൊഫസറെ ഇതൊക്കെ വരുമ്പം ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വരണം. അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചയ്ക്ക് വന്നിരുന്ന് വല്ലാതെ നാണം കെട്ട് പോകേണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പ്രൊഫസർ പറഞ്ഞ ഒന്നിനും അല്ല, പ്രൊഫസർ പറഞ്ഞോ, എന്നിട്ട് ഞാൻ മറുപടി പ്രൊഫസർ പറഞ്ഞോ, ഞാൻ മറുപടി അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. പറഞ്ഞോ, കേക്കട്ടെ. ഡോക്ടർ ജയരാജ് പറയാനുണ്ടോ?
ഇല്ലെങ്കിൽ ഞാനങ്ങ് തുടരാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരണം പ്രൊഫസർമാർ. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഈ 1.5 ലക്ഷം മേടിക്കുന്ന പ്രൊഫസർമാര് ഇതൊന്നും വായിക്കാതെ വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ അടിമേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വിചാരിക്കും. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി അത് തീർക്കുക. വ്യക്തിപരമായി പ്രൊഫസർക്ക് എന്നെ 4 തെറി വിളിക്കണമെന്ന് വിളിച്ചോ. അതുകൊണ്ടൊരു സുഖം പ്രൊഫസർക്ക് കിട്ടിക്കോട്ടെ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. പക്ഷേ എല്ലാം വായിച്ചു പഠിച്ചിട്ട് വരണം, അല്ലെ നാണം കെട്ടുപോകും. വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിവരക്കേട് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ താങ്കൾ മാത്രമേ വിധിന്യായം വായിക്കുന്ന ആളുള്ളൂ ഈ കേരളത്തില്. താങ്കൾ മാത്രമേ പുസ്തകം വായിക്കുന്ന ആളുള്ളൂ. താങ്കൾ മാത്രമേ വിധിപ്രായ പകർപ്പൊക്കെ കാണത്തുള്ളൂ. ഞാൻ വായിച്ച വിധിന്യായം തന്നെയാണ് താങ്കൾ എന്റെ അടുത്ത് ഇങ്ങോട്ട് കോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിധിന്യായം എങ്ങനെയാണ് ഉണ്ടായതെന്നും അത് ഇമോഷണലി ക്യാരിഡ് ഓൺ ആയിട്ടുള്ള ഒരു വിധിയാണെന്നും ആദ്യമേ തന്നെ പറഞ്ഞത്. അത് വായിച്ചു നിങ്ങൾ ആ വിധിന്യായത്തിൽ പഠിച്ചിട്ട് നിങ്ങൾ ഇമോഷണലി ക്യാരിഡ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഞാൻ വിധിന്യായത്തിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഹൈക്കോടതിയിൽ ഇരന്നത് എന്തിനായിരുന്നു? അതിന് മറുപടിയൊക്കെ നിൽക്കട്ടെ. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? വ്യക്തിഗതമായ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്ത് പ്രൊഫസറെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പ്രൊഫസർ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെന്റിലെ പറയുന്ന 94 മുതൽ 97 വരെയുള്ള പേജിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലെ മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടോ? ഞാൻ ഹൈക്കോടതി പോയി മാപ്പ് പറഞ്ഞ് സമ്മതിച്ചു പ്രൊഫസറെ. സമ്മതിച്ചു. ഞാൻ പോയി മാപ്പ് പറഞ്ഞ് സമ്മതിച്ചു. പക്ഷേ പ്രൊഫസർക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഒരു മിനിറ്റ് അതെ, എന്തോ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. തീർച്ചയായിട്ടും മറുപടി പറഞ്ഞല്ലോ. ആ വിധിന്യായം എന്ന് പറയുന്നത് ഇമോഷണലി ക്യാരിഡ് ആയിട്ടുള്ള ഒരു വിധിയാണ്. ആര് പറഞ്ഞു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആരോടാ നിങ്ങൾ പറയുന്നത്? എന്തൊരു അബദ്ധമാണ് നിങ്ങൾ പറയുന്നത്? ഹൈക്കോടതിയിലെ ഡിഗ്രി ബെഞ്ചിന്റെ വിധി ഇമോഷണലി ക്യാരിഡ് ആണ്. ആരോടാ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. എനിക്ക് പറയാൻ പറ്റും. അവരുടെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് ഡോക്ടർ, അത് അംഗീകരിക്കാൻ പറ്റില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.